അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുകയാണ്, പൗഡർ ഇടത്തി ഇതുവരെയുള്ള അഭിനയം തകർത്ത് അഭിനയിച്ചു, ഇനിയിപ്പോൾ നാളത്തെ പ്ലാൻ എന്താണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി ആകെ മൊത്തം ഒന്ന് പകച്ച് നിൽക്കാൻ കേട്ടോ. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ മീരേനെയും കൂട്ടിയിട്ട് ബിലാലിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കാൻ കേട്ടോ ശ്രുതി. എന്നിട്ട് ശ്രുതിയാണെങ്കിൽ ചോദിക്കുകയാണ് ബിലാലിനോട്, ദയവ് ചെയ്തിട്ട് എന്നെ ഒരു വട്ടം കൂടി ഒന്ന് സഹായിക്കണം, അച്ഛൻ്റെ ചിതാഭസ്മം ഫോട്ടോയായിട്ട് ഒന്ന് വീട്ടിലേക്ക് വന്ന് സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ ബിലാലാണെങ്കിൽ പറയണം, നടക്കില്ല ശ്രുതി, എനിക്ക് ഇനി പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മീരയും പറയണം, ഒന്ന് സഹായിക്കണം പ്ലീസ് എന്നൊക്കെ പറയാണ്. അപ്പോഴാണെങ്കിൽ ബിലാൽ പറയണം, ഇത് ലാസ്റ്റാണ്, ഇനി എന്നെ ശല്യം ചെയ്യരുത് ശ്രുതി, എന്തായാലും നിങ്ങൾ പൊക്കോ, നാളെ ഞാൻ എന്തായാലും ചിതാഭസ്മം ഫോട്ടോ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞേക്കുകയാണ്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന ആ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററിൻ്റെ കയ്യിൽ നിന്ന് പാത്രവും ഭക്ഷണവും നിലത്ത് വീണ് പൊട്ടുകയാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ ശ്രീകാന്തിൻ്റെ മുതലാളിയുടെ മകൾ അതിൽ വന്ന് ചവിട്ടിയിട്ട് വഴിക്ക് വീഴുകയാണ്. പുള്ളിക്കാരിക്കാണെങ്കിൽ പിന്നെ എണീക്കാൻ പറ്റുന്നില്ല, ആകെ മൊത്തം കാലൊക്കെ വേദനിക്കുകയാണ്. ശ്രീകാന്താണ് എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ല. ശ്രീകാന്തിനോട് പറയുന്നത്, ശ്രീകാന്ത് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് എന്ത് ചെയ്യും, ആ പുള്ളിക്കാരിനെ എടുത്ത് പൊക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ വർഷയാണെങ്കിൽ അതുവഴി വരുന്നുണ്ട് ഫോണും വിളിച്ചിട്ട്. വർഷയാണെങ്കിൽ ആ ഒരു രംഗം കണ്ടിട്ട് ആകെ മൊത്തം ഞെട്ടിധരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാനുണ്ടോ. ശ്രീകാന്താണെങ്കിൽ വർഷയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ കയ്യിലാണെങ്കിൽ മുതലാളിയുടെ മകളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്തിട്ട് കൂടി പോണേ.